അങ്ങനെ നമ്മുടെ പ്രാഗിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഒരു കാസിൽ ടൂറിലാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം തുടങ്ങുന്നത്. ഇന്നലെ എടുത്ത അതേ ഫ്രീ ഗൈഡ് ടൂർ തന്നെയാണ് ഇന്നും നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ആ പോയിന്റിൽ നമ്മൾ എത്തി. അവിടുന്ന് താമസിക്കുന്നിടത്തുനിന്ന് ഇന്നത്തെ പോലെ തന്നെ ഒരു ട്രാം എടുത്താൽ മതിയായിരുന്നു. നമ്മളിവിടെ എത്തി, ഈ ഒരു പോയിന്റിൽ എത്തി. ഇനി ഇവിടുന്ന് 11 മണിക്കാണ് ഈ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നും നമ്മളൊരു ട്രാമിലാണ് കാസിലേക്ക് പോകുന്നത്. ഒരു ഹിൽ ടോപ്പിലാണ് കാസിൽ എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ വഴിയ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓരോന്നും വിശദമായിട്ട് നമ്മളിതിൽ കാണിക്കാം. എല്ലാവരും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ട്രിപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ദിവസമായി ഇന്ന് പ്രാഗ് കാസിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ട്രാം എടുത്ത് നേരെ ടൂർ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയി. പ്രാഗിൽ വന്നിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ട്രാം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്തിരുന്നത് യാത്രയുടെ ദൂരവും സമയവും കണക്കൂട്ടിയായിരുന്നു. ഷോർട്ട് ടേം ടിക്കറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അരമണിക്കൂർ, 1 മണിക്കൂർ, 1 ദിവസം, ഒരാഴ്ചയൊക്കെ വാലിഡ് ആയിട്ടുള്ള ടിക്കറ്റ് അവയിൽ ഉൾപ്പെടുന്നവയാണ്. ചെക്ക് കൊറോണയാണ് ഇവിടുത്തെ കറൻസി. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ യൂറോയും ഡോളറും ഒക്കെ അക്സെപ്റ്റബിൾ ആയിരുന്നു. ജർമ്മനിയിൽ നിന്ന് ചെക്കിലേക്ക് വന്നപ്പോൾ വിസ ആവശ്യമായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഷെങ്കൻ ഏരിയയുടെ അണ്ടറിൽ കുറച്ച് രാജ്യങ്ങൾ വരുന്നുണ്ട്. ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രിയ, ബെൽജിയം, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, ലാറ്റ്വിയ തുടങ്ങി കുറച്ചധികം. ഈ രാജ്യങ്ങളെല്ലാം അവയുടെ അണ്ടറിൽ വരുന്നതാണ്. അവിടേക്ക് എങ്ങും പോകാൻ നമുക്ക് പ്രത്യേക വിസ ആവശ്യമില്ല. കറന്റ്ലി ഹോൾഡ് ചെയ്തേക്കുന്ന വിസ മാത്രം മതിയാകും. 11 മണിക്കായിരുന്നു ടൂർ സ്റ്റാർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ ഗൈഡ് എത്തി. ഇന്ന് പുതിയൊരു ഗൈഡായിരുന്നു ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത്. അവിടെ നിന്നൊരു ട്രാം എടുത്ത് നേരെ കാസിലേക്ക്. കാസിൽ എന്ന് പറഞ്ഞപ്പോൾ മലമുകളിലുള്ള ഒരു വലിയ കൊട്ടാരവും അതിനോടനുബന്ധിച്ചുള്ള ചരിത്രങ്ങളുമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഞങ്ങളുടെ ചിന്തകൾക്ക് തികച്ചും വിപരീതമായിരുന്നു ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ. ഇതൊരു പാലസ് അല്ല, പാലസ് കോംപ്ലക്സ് ആണ്. ഇതൊരു ഒറ്റ ബിൽഡിംഗിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. ഒരുപാട് ബിൽഡിങ്ങുകൾ ചേർന്ന ഒരു വില്ലേജ് ആയിരുന്നു. അതിൽ പാലസുകളുണ്ട്, ചർച്ചുകളുണ്ട്, റോയൽ ഓഫീസുകളുണ്ട്, മ്യൂസിയം, ഗാർഡൻ തുടങ്ങിയവയെല്ലാം അതിലുണ്ടായിരുന്നു. കാസിൽ വില്ലേജിന്റെ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ചുവന്ന കുടയെ ലക്ഷ്യം വെച്ച് ഗൈഡിന് പിന്നാലെ നടന്നു. പോകുന്ന വഴി ചരിത്രങ്ങളും ചരിത്ര സംഭവങ്ങളും ഗൈഡ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഒരു മൊണാസ്ട്രിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രാഹോ എന്നാണ് മൊണാസ്ട്രിയുടെ പേര്. ഈ കാണുന്നതാണ് സ്ട്രാഹോ മൊണാസ്ട്രി. 1142 ഈ മൊണാസ്ട്രിയിലെ മോങ്സ് അഥവാ പുരോഹിതന്മാർ ഒരു ബിയർ ഉണ്ടാക്കുകയും ആ ബിയർ ഇപ്പോഴും അവരുടെ ബ്രൂവറിയിൽ ബ്രൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മൊണാസ്ട്രി വിശേഷങ്ങളും ബ്രൂവറി വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. അകലെ കാണുന്ന കത്തീഡ്രലിനെ ലക്ഷ്യം വെച്ച് പിന്നെയും യാത്ര തുടർന്നു. നടന്ന് കാഴ്ചകൾ കാണുന്നതിന്റെ ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. പ്രാഗിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ട് മടുപ്പ് തോന്നിക്കാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. കെട്ടിടങ്ങളുടെ നിഴലിലൂടെ, ഇടനാഴികളിലൂടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് until 2009. With any other country in the world, we've never had such a terrible diplomatic relations like the British. ചെറുതും വലുതുമായ പാലസുകളും ബിൽഡിങ്ങുകളും ഒക്കെ കണ്ട് ചെന്നെത്തി നിന്നത് കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ്. ഷ്വാർസൻബർഗ് പാലസ്. ഇത് ശരിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആദ്യം എനിക്ക് തോന്നിയത് തെർമോക്കോളിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് അതിൽ ഡിസൈൻ ചെയ്തേക്കുകയാണെന്നാണ്. ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ ആവേശം കൂടിയതേ ഉള്ളൂ. ഇറ്റാലിയൻ ആർക്കിടെക്ചറിൽ 1567 ഈ ഒരു പാലസ് പണി കഴിപ്പിച്ചത്. മേൽക്കൂരയില്ലാത്ത ഒരു ചെറിയ വലിയ സ്ക്വയർ ആയിരുന്നു. ചുറ്റുമുള്ള ചുമരുകളിൽ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കൊത്തുപണികളും. What you see right now in front of us, this is the new Royal Palace. This is the most modern part of Prague Castle, and it was built in the 18th century when Maria Theresia was reigning.
പ്രാഗ് കാസിലിന്റെ മോഡേൺ പാർട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗത്താണ് ഈ കാണുന്ന ആർച്ച് ബിഷപ്പ് പാലസും പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഗാർഡ്സിന്റെ ഡ്യൂട്ടി ചേഞ്ചിങ് സെറമണി നടക്കാൻ പോവുകയാണ്. അത് കാണാനാണ് ഇത്രയും തിരക്ക്. ഡ്യൂട്ടി ചേഞ്ചിങ് സെറമണിയൊക്കെ കണ്ട് ഞങ്ങൾ ചെന്നത് നോർത്തേൺ ഗേറ്റിലുള്ള ഒരു ഗാർഡന്റെ ഫ്രണ്ടിലാണ്. അവിടെ ഒരു പോഡിയം ഉണ്ടായിരുന്നു. അതിൽ കയറി നിന്ന് ഉറക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു വൈബ്രേറ്റഡ് എക്കോ പോലെ അത് നമുക്ക് കാതുകളിൽ കേൾക്കാനാവും. ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു അത്. എല്ലാവരെ കൊണ്ടും ഗൈഡ് അത് ചെയ്യിപ്പിച്ചു. പ്രസിഡന്റ് ചെക്കിൽ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്ലേസ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം ചെക്കിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസൻസ് അറിയിച്ചുകൊണ്ട് ഒരു വലിയ ഫ്ലാഗ് അവർ ഉയർത്തും. അദ്ദേഹം പോകുമ്പോൾ അത് താഴ്ത്തുകയും ചെയ്യും. ആ ഒരു ബിൽഡിങ്ങും അതിന്റെ മറുവശങ്ങളും ഒക്കെ കണ്ട് ഒരു വാതിലൂടെ ഞങ്ങൾ അകത്തേക്ക് കടന്നു. അത് ചെന്നിറങ്ങിയത് ഒരു വലിയ സ്ക്വയറിലേക്കാണ്. അതിന്റെ സൈഡിലായിട്ട് ഒരു മ്യൂസിയവും ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തെയും ചരിത്ര സംഭവങ്ങൾ ഗൈഡ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ക്വയറിന്റെ മറുവാതിലൂടെ പുറത്തേക്ക് കടന്ന് ചെന്ന് എത്തി നിന്നത് മറ്റൊരു അത്ഭുതത്തിന്റെ മുന്നിൽ, സെന്റ് വൈറ്റസ് കത്തീഡ്രൽ അഥവാ പ്രാഗ് കത്തീഡ്രൽ. അവിടെ കുറച്ചധിക നേരം ചിലവഴിച്ച് വലതുവശത്തുകൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് ഗൈഡ് പറഞ്ഞു, ടേൺ ബാക്ക്. ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലുള്ള അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പ്രാഗ് കത്തീഡ്രലിന്റെ മുൻവശം. ഗോത്തിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ 1929 പൂർത്തിയാക്കിയ ഈ കത്തീഡ്രൽ പ്രാഗിലെ തന്നെ ദ ലാർജസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആരാധനാലയമാണ്. അതിന്റെ ഓരോ കോണുകൾക്കും അതിൽ ചെയ്തിരിക്കുന്ന ഓരോ ചിത്രകലകൾക്ക് പിന്നിലും ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു. അത് ഓരോന്നായി ഗൈഡ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രാഗ് കത്തീഡ്രലിന്റെ ഭംഗിയൊക്കെ മതിയാവോളം ആസ്വദിച്ച് അവിടെ നിന്ന് നേരെ പോയത് ഓൾഡ് റോയൽ പാലസിലേക്കാണ്. പ്രാഗ് കാസിലിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് ഓൾഡ് റോയൽ പാലസ്. 12th സെഞ്ചുറിയിലാണ് അതിന്റെ ചരിത്രം തുടങ്ങുന്നത്. ഗോത്തിക് ആൻഡ് റിനൈസൻസ് സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഈ ഒരു പാലസിനുള്ളത്. ഈ കാണുന്നതാണ് ഓൾഡ് റോയൽ പാലസ്. ഇതിനകത്തുള്ള വ്ലാഡിസ്വാ ഹാളിൽ ഇപ്പോഴും ഇനാഗുറേഷൻസ് പോലുള്ള ചടങ്ങുകൾ നടത്തി വരുന്നു. നമ്മളിപ്പോൾ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഈ ഗൈഡ് ടൂറിലൂടെ കാണുന്നത്. പ്രത്യേകം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം അകത്തു കയറി അകത്തെ കാഴ്ചകൾ കൂടി കാണാൻ കഴിയും. ടിക്കറ്റ് എടുക്കാനും അകത്തേക്ക് കയറാനുമുള്ള നീണ്ട വരി കണ്ടപ്പോൾ ഈ ഒരു ദിവസം മതിയാവില്ല എന്ന വാസ്തവം തിരിച്ചറിഞ്ഞ് അകത്തേക്ക് കയറാനുള്ള ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഉപേക്ഷിച്ചു. പ്രാഗിന്റെ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കുകളിൽ വരുന്ന എംപ്രസ് മരിയ തെരേസ എൻട്രൻസും സെന്റ് ജോർജസ് ബസീലിക്ക ചർച്ച് ബിൽഡിംഗും ഒക്കെ കണ്ട് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. രണ്ടാമത്തെ ദിവസമായ ഇന്നത്തെ ഗൈഡഡ് ടൂർ ഏകദേശം തീരാറായി എന്ന സത്യാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കി. കാസിൽ കോംപ്ലക്സിന്റെ ഒരു വശത്തു കൂടിയാണ് ഞങ്ങൾ അകത്തേക്ക് വന്നത്. അതിന്റെ മറുവശത്തെ ഗേറ്റിന് മുന്നിലാണ് ഈ ഒരു യാത്ര എൻഡ് ചെയ്യുന്നത്. അവിടേക്ക് ലക്ഷ്യം വെച്ച് ഞങ്ങൾ ഗൈഡിന് പിന്നാലെ നടന്നു.
ഗേറ്റ് കടന്ന് ഞങ്ങൾ പുറത്തു വന്നു. ഗൈഡിനുള്ള സംഭാവനകളൊക്കെ നൽകി യാത്ര പറഞ്ഞിറങ്ങി. ഹിൽ ടോപ്പിൽ തന്നെയാണ് ഈ ഒരു കാസിൽ കോംപ്ലക്സ് അല്ലെങ്കിൽ കാസിൽ വില്ലേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ വളരെ ഭംഗിയുള്ളതായിരുന്നു. കുറച്ചു സമയം പുറത്ത് ചിലവഴിച്ച് മറുവഴിയിലൂടെ ഞങ്ങൾ താഴേക്കിറങ്ങി. വരുന്ന വഴിയിൽ പല കലാകാരന്മാരുടെയും പ്രകടനങ്ങൾ കണ്ടു. സമയം ഉച്ചയായതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയിരുന്നു. ഇനി നേരെ ഫുഡ് കഴിക്കാനുള്ള ഓട്ടമാണ്. ചെക്കിന്റെ ഓതന്റിക് ഫുഡായിട്ടുള്ള ഗുലാഷ് കഴിക്കാനായി റുഡോൾഫ് എന്ന് പറയുന്ന റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പുറത്തേക്കിറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലേക്ക് കടന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ചാൾസ് ബ്രിഡ്ജിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ബ്രിഡ്ജിലേക്കാണ്. അവിടെ നിന്ന് ചാൾസ് ബ്രിഡ്ജ് കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ചാൾസ് ബ്രിഡ്ജിന്റെ ഒരു സൈഡ് ഇന്നലെ നമ്മൾ കണ്ട ഓൾഡ് ടൗണും മറു സൈഡ് ഇന്ന് നമ്മൾ കണ്ട കാസിൽ വില്ലേജുമാണുള്ളത്. അവിടെ കുറച്ചു നേരം നിന്ന് കണ്ണുകൾ കൊണ്ട് ചാൾസ് ബ്രിഡ്ജിന്റെ നീളവും വീതിയും ഒക്കെ അളന്നു കുറിച്ചു. ചൂട് കുറച്ച് കൂടുതലായതിനാൽ താഴേക്കിറങ്ങി നദിയുടെ കരയിലേക്ക് പോകാമെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ ഞങ്ങളുടെ കാസൽ ടൂറെല്ലാം ഗൈഡ് ടൂറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചെക്ക് ഒതന്റിക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ താഴെ ചാൾസ് ബ്രിഡ്ജിൽ അങ്ങോട്ട് വന്നേക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഗൈഡ് ടൂറെല്ലാം? കുഴപ്പമില്ല അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫുഡ്? Food is amazing. We had check authentic goulash and the beef dish ആണ് കഴിച്ചത്. നല്ല ക്രീമി സോസിലാണ് അടിപൊളി ഫുഡാണ്. കുറച്ചധിക നേരം വാൾട്ടാവ നദിക്കരയിൽ വിശ്രമിച്ച് നദിയിലൂടെ പോകുന്ന ബോട്ടുകളുടെ എണ്ണവും എടുത്ത് ഞങ്ങൾ പോയത് എഗെയിൻ ചാൾസ് ബ്രിഡ്ജിലേക്കാണ്. എപ്പോഴും എന്തിനാണ് ചാൾസ് ബ്രിഡ്ജിലേക്ക് പോകുന്നതെന്ന് സ്വാഭാവികമായും തോന്നാം. എന്നാൽ ഒരു കാര്യമുണ്ട്, ഇന്നലെ വന്നപ്പോൾ മുതൽ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാരിക്കേച്ചർ വരയ്ക്കുന്നത്. അപ്പോൾ മുതൽ ഞങ്ങളുടെ മനസ്സിൽ വന്നൊരാഗ്രഹമാണ് നമുക്കും ഒന്ന് വരപ്പിച്ചാലോ എന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവിടെ നിന്ന് നേരെ ചാൾസ് ബ്രിഡ്ജിലേക്ക് വെച്ചുപിടിച്ചു. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കണ്ണുകൾ മറ്റൊരു സ്ഥലത്തുടക്കി. ഷേക്സ്പിയർ എന്ന പേരുള്ള ഒരു ബുക്ക് സ്റ്റോളിൽ അവിടെ ഒന്ന് കയറി. ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്നു, പല ഭാഷയിലും പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതും അങ്ങനെ ധാരാളം. ഓരോ ബുക്കും എടുത്ത് തിരിച്ചും മറച്ചും ഒക്കെ നോക്കി. അതിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് മറ്റൊരു സ്റ്റോറേജ് സ്പേസ് കൂടി ഉണ്ടായിരുന്നു. അവിടെയും ഒരുപാട് ബുക്കുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് ബുക്കുകളൊക്കെ എടുത്തു നോക്കി അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ചാൾസ് ബ്രിഡ്ജിലെത്തി. ഹന എന്ന പേരുള്ള ഒരു ലേഡിയെ ഞങ്ങൾ കണ്ടുമുട്ടി. ഓരോരുത്തരും വളരെ ക്ഷമയോടുകൂടി കാരിക്കേച്ചർ വരയ്ക്കാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് കാണാനുള്ള ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും. ഫൈനലി വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് മിസ് ഹന നമുക്ക് സമ്മാനിച്ചു. 35 യൂറോയായിരുന്നു പെർ കപ്പിളിന് ചാർജ്. അവിടുന്ന് സുവനീറൊക്കെ വാങ്ങി. അപ്പോഴേക്കും നേരം വൈകിയിരുന്നു. ഇനി നേരെ രാത്രിയിലെ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. ചെക്കിലെ തന്നെ മറ്റൊരു ഒതന്റിക് റെസ്റ്റോറന്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. റെസ്റ്റോറന്റിന്റെ പേര് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗൂഗിളിന്റെ സഹായത്തോടു കൂടി അതിനെ ഒരു കണക്കിന് മനസ്സിലാക്കി. ഉടുവോ പച്ചക് എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര്. ഇംഗ്ലീഷിൽ അ ടു കാറ്റ്സ് എന്നാണ് മീനിങ്. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോകണമല്ലോ. സമയം ഏകദേശം 9 മണിയോട് അടുത്തിരുന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ട്രാം വന്നു. നമ്മൾ എല്ലാവരും അതിൽ കയറി.
എന്തോ ഭാഗ്യത്തിന് എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. പുറത്തെ കാഴ്ചകൾ പകർത്തുന്ന തിരക്കിലായിരുന്നു ഞാൻ. പ്രാഗിലെ തന്നെ ഏറ്റവും പഴയ ട്രാമുകളിൽ ഒന്നിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഡിസ്പ്ലേയും സീറ്റിന്റെ അറേഞ്ച്മെന്റ്സും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. പഴയ ട്രാമുകൾ പുതിയ ട്രാമുകളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നു എന്ന് ഓർത്തപ്പോൾ മറ്റൊരു അതിശയം തോന്നി. അടുത്തത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ മുന്നിലേക്ക് വന്നു നിന്നു. സ്റ്റോപ്പ് എത്തി, വണ്ടി നിർത്തി, ഞങ്ങൾ ഇറങ്ങി. നേരെ വീട്ടിലേക്ക് നടന്നു. നാളെ രാവിലെ അടുത്ത യാത്ര പോകേണ്ടതുണ്ടല്ലോ. പുതിയ യാത്രയ്ക്കായി കാത്തിരിക്കും.